ജാസ്മിൻ എവിക്റ്റായിട്ട് ഗബ്രി ജാസ്മിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിന്റെ വാപ്പ സീറ്റിൽ നിന്നിറങ്ങി ഒരു വരക്കം ഉണ്ടായിരുന്നു. ആ വരക്കം കണ്ടതും ഗബ്രി എണീറ്റ് ഓടിയ ഓട്ടം ഉണ്ടല്ലോ ബാക്കിലോട്ട്. ഇന്നലെ രാത്രിയോടെ എല്ലാ പ്രേക്ഷകരും കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. ബിഗ് ബോസിൽ ജാസ്മിൻ 1-ാം സ്ഥാനത്ത് എത്തുമെന്ന് കരുതിയെങ്കിലും പ്രേക്ഷകർക്കൊക്കെ തന്നെയും നിരാശയായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും ജാസ്മിന്റെ വാർത്തകൾ തന്നെയാണ്. ജാസ്മിൻ ഗബ്രിയുടെ പിന്നാലെ നടന്നുവെന്നും നിരവധി പേർ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ സംഭവമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജാസ്മിൻ 3-ാം സ്ഥാനത്തെത്തി പുറത്തായി അവിടെ ഇരിക്കുമ്പോഴേക്കും ഗബ്രി ഓടി അരികിലെത്തുന്നുണ്ടായിരുന്നു. ഓടി അരികിലെത്തുമ്പോഴേക്കും ജാസ്മിന്റെ വാപ്പ ഇത് കണ്ട് ജാസ്മിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് കാണാം. ഇത് കണ്ടപ്പോൾ തന്നെ ഗബ്രി അവിടുന്ന് സ്ഥലം വിടുകയായിരുന്നു. ഇത് കണ്ട ഒരാളുടെ വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വോയിസ് റെക്കോർഡ് വഴിയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ എല്ലാവരും അറിയുന്നത്. ഒരു സംഭവമാണെന്നും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചിരി വരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഓഡിയോയുടെ മുൻവശം തന്നെ തുടങ്ങുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ അതാണ് ശ്രദ്ധിക്കുന്നതും. എന്തുപറ്റി എന്നറിയാൻ ഓഡിയോ എത്തിയ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വല്ലാത്ത ഒരു കൺഫ്യൂഷനാണ് ഉണ്ടായത്. ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പ ഇതിനെതിരാണെന്ന് എല്ലാവർക്കും തീർച്ചയായും മനസ്സിലായിട്ടുണ്ടെന്നും പറയുന്നു. ജാസ്മിൻ ഗബ്രി കോംബോ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കോംബോയായി മാറി. പുറത്തൊരു വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും നിരവധി പേർ ഇപ്പോൾ ജാസ്മിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നു. ഗബ്രിക്ക് വേണ്ടി എതിരാണ് ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പ നിൽക്കുന്നത്. അതാണ് പ്രേക്ഷകരെല്ലാവരെയും ചിന്തിപ്പിക്കുന്നതും. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജാസ്മിൻ്റെ വാപ്പയ്ക്ക് തീരെ താല്പര്യമില്ല. അത് ജാസ്മിൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു. ഗബ്രി സംസാരിക്കാൻ വന്ന ഉടനെ ജാസ്മിൻ്റെ വാപ്പ ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് വരുന്നത് കാണാം. ജാസ്മിൻ്റെ വാപ്പ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗബ്രി സ്ഥലം വിടുന്നതും കാണാം. നേരത്തെ തന്നെ ജാസ്മിൻ്റെ വാപ്പ ഇതിനെക്കുറിച്ച് ഗബ്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ജാസ്മിൻ്റെ വാപ്പ വരുന്ന സമയം നോക്കി ഗബ്രി അവിടെ നിന്ന് പോയത്. ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി വന്ന് ഇരുന്ന ഉടനെ തന്നെയാണ് ജാസ്മിൻ്റെ വാപ്പ വന്നത്. ജാസ്മിൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ജാസ്മിൻ്റെ വാപ്പ വരുന്നത് കണ്ട് ഗബ്രി ഓടിയതുമൊക്കെ ജാസ്മിന് മനസ്സിലായി. അന്താളിച്ചിരിക്കുകയാണ് ജാസ്മിൻ. എങ്ങനെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും എന്ന് അറിയാതെ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ആവശ്യമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ബിഗ് ബോസിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ അറിയേണ്ടത്. കാരണം ആരൊക്കെ ഇത് പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് ഇവർക്ക് അറിയേണ്ടത്. ജാസ്മിൻ ഗബ്രി കോംബോയെക്കുറിച്ച് ആദ്യം കുറ്റപ്പെടുത്തിയെത്തിയത് ജാസ്മിനെതിരെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗബ്രിക്കെതിരെയും പ്രേക്ഷകരൊക്കെ തന്നെയും സംസാരിക്കുന്നത്. ഗബ്രിക്കെതിരെയാണ് ഇപ്പോൾ ജാസ്മിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ തിരിഞ്ഞിരിക്കുന്നത്. ഗബ്രിയോട് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരിക്കണം മകളടുത്ത് വരരുത് എന്നും മകളടുത്ത് ബന്ധം സ്ഥാപിക്കരുതും എന്നും. ഇത്രയും അധികം പ്രശ്നങ്ങൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലുണ്ടാക്കി. ഇനിയെങ്കിലും എൻ്റെ മകളെ വെറുതെ വിടൂ എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പ ഇതൊക്കെ തന്നെ സംസാരിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.